ഒരു കാലത്ത് ബി.ജെ.പിയുടെ ഏറ്റവും ഉറച്ച വോട്ട് ബാങ്ക് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം ഇപ്പോൾ ബി.ജെ.പിയോട് തന്നെ അസംതൃപ്തി പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതിലും പ്രധാനമായി നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളിൽ സവർണ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഒരു അകൽച്ച രൂപപ്പെടുന്നുണ്ടോ? ദ ക്വിന്റ് പുറത്തുവിട്ട പുതിയ രാഷ്ട്രീയ വിശകലനം ഉയർത്തുന്ന പ്രധാന ചോദ്യം ഇതാണ്. പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇത് ബി.ജെ.പിയുടെ സവർണ വോട്ട് ബാങ്ക് പൂർണ്ണമായും പാർട്ടിയെ ഉപേക്ഷിച്ചു എന്ന വാർത്തയല്ല. ദ ക്വിന്റ് പറയുന്നത് തന്നെ ഇതൊരു റിബല്യൻ അല്ല, ഒരു വാണിംഗ് ആണ്. അഥവാ ഞങ്ങളെ ഇനിയും അവഗണിച്ചാൽ ഞങ്ങൾ മാറിപ്പോകും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ആദ്യം പോകേണ്ടത് ബീഹാറിലേക്കാണ്. ബാങ്കിപ്പൂർ ബി.ജെ.പിയുടെ കോട്ടയിൽ വിള്ളൽ. ബീഹാറിലെ ബാങ്കിപ്പൂർ മണ്ഡലം ബി.ജെ.പിയുടെ ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. കായാസ്ഥ, ബ്രാഹ്മണ, ഠാക്കൂർ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും അദ്ദേഹത്തിന്റെ പിതാവും പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം. അവിടെയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് വിജയിച്ചത്. അത് വെറും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ലെന്നാണ് ദ ക്വിന്റ് വിലയിരുത്തുന്നത്. കാരണം ബി.ജെ.പിയുടെ പരമ്പരാഗതമായ ശക്തിയായിരുന്ന ഒരു സാമൂഹിക വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ മാറിയെന്ന സൂചനയാണ് ഈ ഫലം നൽകുന്നതെന്ന് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി മധ്യപ്രദേശിലെ ദാത്തിയ, അവിടെയും ബി.ജെ.പി തിരിച്ചടി. ഇവിടെയും അപ്പർ കാസ്റ്റ് വോട്ടർമാരുടെ ഒരു വിഭാഗത്തിനിടയിലെ അതൃപ്തി ഒരു ഘടകമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ബീഹാറിലും മധ്യപ്രദേശിലും ഒരേ രീതിയിലുള്ള ഒരു പാറ്റേൺ കാണുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഗുജറാത്തിലെ വഡോദരയിലെ മഞ്ഞൾപൂർ മണ്ഡലവും ശ്രദ്ധേയമാണ്. നഗരമേഖലയായ ഈ മണ്ഡലത്തിൽ സവർണരും പാട്ടീതര വിഭാഗവും വലിയ സാന്നിധ്യമാണ്. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഏകദേശം 9% പോയിന്റ് കുറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 18% പോയിന്റ് ഉയർന്നു. അതേസമയം മൊത്തം പോളിംഗ് കുറഞ്ഞിട്ടും കോൺഗ്രസ് ലഭിച്ച വോട്ടുകളുടെ എണ്ണം ഏകദേശം 5000 വർദ്ധിച്ചു. എ.എ.പി മത്സരിക്കാത്തതും കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫലത്തെ മാത്രം എടുത്ത് ബി.ജെ.പിയുടെ കോട്ട തകർന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ബി.ജെ.പിയിലെ ചില പരമ്പരാഗത വോട്ടർമാർ വോട്ട് ചെയ്യാതിരിക്കുകയും ഒരു ചെറിയ വിഭാഗം എതിരാളികളിലേക്ക് മാറുകയും ചെയ്തു എന്ന സൂചന ഈ ഫലം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അസംതൃപ്തി? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് ജാതി രാഷ്ട്രീയം മാത്രമല്ല ഉത്തരം. ദ ക്വിന്റ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വലിയ കാരണം തൊഴിലില്ലായ്മയും വരുമാന വളർച്ചയിലും മന്ദഗതിയുമാണ്. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ തങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന തോന്നൽ അപ്പർ കാസ്റ്റ് വിഭാഗത്തിലെ ചിലർക്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒരു വശത്ത് ഏറ്റവും ദരിദ്രരായ വിഭാഗങ്ങൾക്ക് നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, മറുവശത്ത് വലിയ വ്യവസായികൾക്ക് സർക്കാർ കൂടുതൽ അനുകൂലമാണെന്ന വിമർശനവും ഉയരുന്നു. ഇതിനിടയിൽ മധ്യവർഗത്തിന്റെയും പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ പരമ്പരാഗത പിന്തുണക്കാരുടെയും ജീവിത ചെലവ്, തൊഴിൽ, വരുമാനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അതൃപ്തി വളരുന്നു. ഇതാണ് രാഷ്ട്രീയമായി അപകടകരമായ സാഹചര്യം. കാരണം ഒരു പാർട്ടിയുടെ എതിരാളികൾക്ക് വോട്ട് ചെയ്യുന്നതിലും അപകടകരമാണ് സ്വന്തം വോട്ടർമാർ വോട്ട് ചെയ്യാതിരിക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ വിവാദവും ഇവിടെ പ്രധാനമാണ്. 2026 വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, നീറ്റ് വിവാദം, പരീക്ഷാ ക്രമക്കേടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടായി. ഡൽഹിയിലെ പ്രതിഷേധം പിന്നീട് ദേശീയ ശ്രദ്ധ നേടി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു പ്രധാന ആവശ്യങ്ങളിലൊന്ന്. പ്രതിഷേധം ശക്തമായതോടെ ഒടുവിൽ പ്രധാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. പക്ഷേ അതിനൊപ്പം മറ്റൊരു വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. പ്രധാൻ രാജിവെച്ചപ്പോൾ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ സന്തോഷിച്ചു. എന്നാൽ ആന്റി റിസർവേഷൻ വിഭാഗങ്ങളിൽപ്പെട്ട ചില പ്രതിഷേധക്കാർക്ക് അതേ രാജി മറ്റൊരു രീതിയിലാണ് തോന്നിയത്. അവരുടെ വാദം, ഞങ്ങൾ നേരത്തെ തന്നെ പ്രധാനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അന്ന് സർക്കാർ ഞങ്ങളെ കേട്ടില്ല. മറ്റൊരു പ്രതിഷേധത്തിന്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തെ മാറ്റി. ഇത് അവരുടെ കാഴ്ചപ്പാടിൽ ബി.ജെ.പി തങ്ങളുടെ പരമ്പരാഗത പിന്തുണക്കാരെ അവഗണിച്ചതിന്റെ തെളിവായി മാറി. ദ ക്വിന്റ് സംസാരിച്ച ഒരു ആന്റി റിസർവേഷൻ പ്രതിഷേധ സംഘാടകൻ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരേ തീരുമാനം രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത സന്ദേശങ്ങളായി മാറുന്നു. UGC നിയമങ്ങളും റിസർവേഷൻ രാഷ്ട്രീയവും ഇവിടെയാണ് മറ്റൊരു വലിയ വിഷയം. 2026 UGCയുടെ പുതിയ ഇക്വിറ്റി റെഗുലേഷൻസിനെതിരെ ചില അപ്പർ കാസ്റ്റ് ആന്റി റിസർവേഷൻ ഗ്രൂപ്പുകൾ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഈ നിയമങ്ങൾ സ്റ്റേ ചെയ്തു. അന്നും പ്രതിഷേധത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനുള്ളിൽ തന്നെ ഒരു ചോദ്യമുയർന്നു. ബി.ജെ.പി ഇനി ആരെയാണ് രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കുന്നത്? കാരണം ബി.ജെ.പിയുടെ സാമൂഹിക രാഷ്ട്രീയം കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പർ കാസ്റ്റ് പിന്തുണ നിലനിർത്തിക്കൊണ്ട് OBC വിഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക എന്നതാണ് പാർട്ടിയുടെ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളിലൊന്ന്. ബീഹാറിൽ സാമ്രാജ് ചൗധരിയെ മുഖ്യമന്ത്രിയാക്കിയത് പോലും ഈ രാഷ്ട്രീയ കണക്കുകൂട്ടലിന്റെ ഭാഗമായാണെന്ന് ദ ക്വിന്റ് വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹം OBC രാഷ്ട്രീയത്തിന്റെ മുഖമാണ്. അതേസമയം പതിറ്റാണ്ടുകളെ ബി.ജെ.പിയെ പിന്തുണച്ചിരുന്ന ചില അപ്പർ കാസ്റ്റ് വിഭാഗങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയുന്നു എന്ന തോന്നലുണ്ടാകാം. രജത് പുത് രാഷ്ട്രീയവും മറ്റൊരു സൂചന. പശ്ചിമ രാജസ്ഥാനിലെ രവീന്ദ്ര സിംഗ് ഭാട്ടിയുടെ ഉയർച്ചയും ഇതിന്റെ മറ്റൊരു ഉദാഹരണമായി ദ ക്വിന്റ് ചൂണ്ടിക്കാണിക്കുന്നു. ABVPയുമായി ബന്ധമുണ്ടായിരുന്ന ഭാട്ടി പിന്നീട് സ്വതന്ത്രമായി വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തി. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിയമസഭയിലും ലോക്സഭയിലും മത്സരിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം അദ്ദേഹം 5.8 ലക്ഷം വോട്ടുകൾ ലഭിച്ചു. ബി.ജെ.പി സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതിനെ രാജ്പുത് വിഭാഗത്തിലെ ബി.ജെ.പിയോടുള്ള അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിലും കാണപ്പെടുന്നുണ്ട്. ഇതുപോലെ ഉത്തരാഖണ്ഡിലും പ്രാദേശിക യുവരാഷ്ട്രീയത്തിന്റെ ഉയർച്ച കാണാം. അവിടെ പ്രധാന വിഷയങ്ങൾ ഭൂമി, തൊഴിൽ, വിഭവങ്ങൾ എന്നിവയിൽ ലോക്കൽസ് ഫസ്റ്റ് എന്ന ആവശ്യം, അതായത് ബി.ജെ.പിയുടെ പരമ്പരാഗത ഹിന്ദു രാഷ്ട്രീയത്തിന് പുറത്ത് തൊഴിൽ, വരുമാനം, പ്രാദേശിക അവകാശങ്ങൾ, റിസർവേഷൻ, റെപ്രസെന്റേഷൻ എന്നിവയും കൂടുതൽ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളായി മാറുകയാണ്. എന്നാൽ ബി.ജെ.പിക്ക് ഇപ്പോഴും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ബി.ജെ.പിയുടെ പരമ്പരാഗത അപ്പർ കാസ്റ്റ് പിന്തുണക്കാർക്കിടയിൽ അസംതൃപ്തി ഉണ്ടായാലും അവർക്ക് മുന്നിൽ വ്യക്തമായ മറ്റൊരു ദേശീയ രാഷ്ട്രീയ ഓപ്ഷൻ ഇപ്പോഴുമില്ല. കോൺഗ്രസ് സാമൂഹിക നീതി രാഷ്ട്രീയമായി കൂടുതൽ അടുക്കുന്നു എന്നതാണ് ഈ വിഭാഗത്തിലെ ചിലരുടെ ആശങ്ക. ആപ്പിനോടുണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ താല്പര്യവും കുറഞ്ഞു. അതിനിടയിലാണ് പ്രശാന്ത് കിഷോറിന്റെ ബാങ്കിപ്പൂർ വിജയം ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ ആൾട്ടർനേറ്റീവായി ചില അപ്പർ കാസ്റ്റ് യുവാക്കൾക്കിടയിൽ ക്യൂരിയോസിറ്റി സൃഷ്ടിച്ചുവെന്നാണ് ദ ക്യൂൻ പറയുന്നത്. പക്ഷേ ഇതിനെ ബി.ജെ.പിക്കെതിരായ വലിയ രാഷ്ട്രീയ കലാപമായി കാണാൻ ഇപ്പോഴും സമയമായിട്ടില്ല. അപ്പോൾ മോദിക്ക് യഥാർത്ഥ ഭീഷണി എന്താണ്? വോട്ട് ബാങ്ക് മുഴുവൻ നഷ്ടപ്പെടുന്നതല്ല, വോട്ട് ബാങ്കിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകളാണ്. ഒരു ഇലക്ഷനിൽ 5% വോട്ട് മാറാം, മറ്റൊരു ഇലക്ഷനിൽ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാം, മറ്റൊരിടത്ത് ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥി ആ വോട്ടുകൾ കൂട്ടിച്ചേർക്കാം. ഇവയെല്ലാം ചേർന്നാൽ മാത്രമാണ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് വലിയൊരു വിഭാഗം പൂർണ്ണമായി മറുവശത്തേക്ക് പോകുന്നതല്ല, ചെറിയൊരു ശതമാനം വോട്ടർമാരുടെ പെരുമാറ്റത്തിലെ മാറ്റമാണ്. അതുകൊണ്ടാണ് ബാങ്കിപ്പൂർ പോലുള്ള ഫലങ്ങൾ ബി.ജെ.പിക്ക് ഗൗരവമായി കാണേണ്ടി വരുന്നത്. ദ ക്യൂൻ ഉയർത്തുന്ന ചോദ്യം വളരെ ലളിതമാണ്. ബി.ജെ.പിയുടെ ഏറ്റവും ഉറച്ച പിന്തുണക്കാരിൽ ചിലർ ഇപ്പോൾ പാർട്ടിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ? ഉത്തരം അതെ. ചില ഭാഗങ്ങളിൽ അത്തരമൊരു അസംതൃപ്തിയുടെ സൂചനകൾ കാണാം. പക്ഷേ സവർണർ ബി.ജെ.പിയെ ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് അതിനേക്കാൾ സട്ടിലായ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കും എന്ന ഉറപ്പിൽ നിന്ന് ഞങ്ങളെ കൂടി പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്തിന് നിങ്ങളോടൊപ്പം നിൽക്കണം എന്ന ചോദ്യത്തിലേക്ക് ചില വോട്ടർമാർ മാറുകയാണ്. അതുകൊണ്ട് ഇത് ബി.ജെ.പിക്കെതിരായ കലാപമല്ല, പക്ഷെ ഒരു വാർണിംഗ് സിഗ്നലാണ്. അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി ഈ മുന്നറിയിപ്പ് എങ്ങനെ വായിക്കും? തങ്ങളുടെ പരമ്പരാഗത അപ്പർ കാസ്റ്റ് പിന്തുണ നിലനിർത്തിക്കൊണ്ട് ഒ.ബി.സി, ദളിത്, പിന്നാക്ക വിഭാഗങ്ങളിലേക്കുള്ള രാഷ്ട്രീയ വ്യാപാരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? തൊഴിൽ, വരുമാനം, വിദ്യാഭ്യാസം, റിസർവേഷൻ, റെപ്രസെന്റേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ എന്ത് മറുപടി നൽകും? അതിന്റെ ഉത്തരമാണ് ഈ രാഷ്ട്രീയ കഥയുടെ അടുത്ത അധ്യായം തീരുമാനിക്കുക. കാരണം ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ എതിരാളികളുടെ ദൗർബല്യമല്ല, സ്വന്തം വോട്ടർമാർക്ക് തങ്ങൾ എപ്പോഴും ആവശ്യമാണ് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഇപ്പോൾ ചിലയിടങ്ങളിൽ ചെറിയ വിള്ളലുകൾ വീഴുന്നു. അത് വിള്ളലായി തന്നെ നിൽക്കുമോ, അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പമായി മാറുമോ? അത് കാത്തിരുന്ന് കാണേണ്ടതാണ്.